ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാഷ്മെല്ലോയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് മാഷ്മെല്ലോ റെഡിയാക്കി എടുക്കാൻ പറ്റും. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെയാണ് ഇതുള്ളത്. പുറത്തുനിന്ന് നമ്മൾ വാങ്ങുമ്പോൾ അതിലെന്തൊക്കെയാണ് ചേർന്നിട്ടുള്ളതെന്ന് അറിയാൻ പറ്റില്ല. ഇതാകുമ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അറിയാവുന്ന ചേരുവകളൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയാണ് ഈ ഒരു മാഷ്മെല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഹംലൂസ് കിച്ചൻ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം ജലാറ്റിൻ ഒന്ന് കുതിർത്ത് വെക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 3 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ഇതേപോലുള്ള ഒരു 5 സാഷയൊക്കെ ആയിരിക്കും വരുന്നത് ഒരു പാക്കറ്റിൽ. ഇതിൽ നിന്ന് ഒരു 3 പാക്കറ്റോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അളന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ചിലപ്പോൾ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ കാണും. 3 ടേബിൾ സ്പൂൺ ഇതിൽ നിന്നും ഈ ബൗളിലേക്ക് നല്ല തിളച്ച വെള്ളത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മെൽറ്റാക്കി എടുക്കാം. തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടും. അപ്പോൾ ഇതെല്ലാം മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് സിറപ്പാക്കി എടുക്കണം. ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് അളന്നിട്ടുള്ളത്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 125 ml വെള്ളം ഉണ്ടാവും. സാധാ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഏത് പാത്രമാണെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ സിലിക്കോണിൻ്റെ പാത്രം എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 8-10 മിനിറ്റെങ്കിലും നന്നായിട്ട് ഒരു സിറപ്പാക്കി എടുക്കണം. അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കണം. ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്കോ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്പൂണിലെടുത്തിട്ട് കയ്യിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു നൂലുണ്ടാവണം, നൂൽപ്പരുവാവണം. അപ്പോൾ ഈ ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഈ സിറപ്പ് ഒഴിക്കുന്നത് അടിഞ്ഞിട്ടുണ്ടാവും. അത് കയ്യിലെടുത്തിട്ട് ഒന്ന് നമുക്കൊരു ചെറിയൊരു ബോളിൻ്റെ ഷേപ്പിലാക്കാൻ കഴിയണം. ഇപ്പോൾ ഇതായിട്ടില്ല. ഒരു 2-3 മിനിറ്റും കൂടെ ഇത് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കാം. ഇതേപോലെ നല്ല ബബിൾസ് വരുന്ന ആ ഒരു സ്റ്റേജ് എത്തണം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിൻ്റെയും വെള്ളത്തിൻ്റെയും കൂടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ടിത് ഒന്ന് തിക്കാക്കി എടുക്കണം. നമുക്കിത് സ്പൂണിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും. നല്ല തിക്കായിട്ട് അതിൽ നിന്ന് ഡ്രോപ്പ് വീഴുമ്പോൾ പതുക്കെ ആയിരിക്കും ആ സ്പൂണിൽ നിന്ന് താഴേക്ക് വീഴുന്നത്. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. സ്പൂണിൽ നിന്ന് ആ ഓരോ ഡ്രോപ്പും വീഴുന്നത് നല്ല പതുക്കെയാണ് വീഴുന്നത്. അത്രയ്ക്ക് തിക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ചൂടോടെ തന്നെ ഇത് ബൗളിലേക്ക് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ ഗ്ലാസിൻ്റെ ബൗളൊക്കെ ആണെങ്കിൽ ചൂടോടെ നമ്മൾ അടുപ്പിൽ നിന്ന് എടുക്കുന്ന ആ ചൂട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിനി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. കാരണം ഇത് ഒരുപാട് കൈ അല്ലെങ്കിൽ നമ്മൾ വിസ്ക് ഉപയോഗിച്ചിട്ടായാലും ബീറ്റ് ചെയ്യുമ്പോൾ കൈ നന്നായിട്ട് വേദനിക്കുകയും ചെയ്യും, കുറേ ടൈം എടുക്കുകയും ചെയ്യും. ബീറ്റർ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് കുറേശ്ശെ സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം.
ഇതേപോലെയാണ് വേണ്ടത്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കുമ്പോൾ ഒരു റിബൺ പോലെ വരണം. അതാണ് കറക്റ്റായിട്ട് ഉള്ള ഒരു കൺസിസ്റ്റൻസി. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെള്ള കളറിൽ തന്നെ മാഷ്മെല്ലോ റെഡിയാക്കി എടുക്കാം. ഞാനപ്പോൾ ഇതിൽ പകുതി ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയിൽ ഒരു ലൈറ്റ് ഒരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് ഇപ്പോൾ ബബിൾസ് വരികയാണെങ്കിൽ ഒന്ന് കുത്തിയിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ ഹോൾസ് ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് ബബിൾസൊക്കെ കളഞ്ഞിട്ട് വേണം. ബാക്കിയുള്ള ഈ പകുതിയിലേക്ക് ഞാൻ കുറച്ച് കളർ ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കളർ തന്നെ ഉണ്ടാക്കിയാൽ മതി. ബീറ്റർ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും മറ്റേ ട്രേയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ വൈറ്റും ഓറഞ്ചും കൂടെ ചേർന്നിട്ട് നല്ല ഭംഗിയുണ്ടാവും. മൊത്തത്തിൽ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസൊക്കെ കളയണം. ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇതിനി സെറ്റാവാൻ വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചർ തന്നെ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഒരു 4-5 മണിക്കൂറാകുമ്പം നന്നായിട്ട് സെറ്റായി കിട്ടും. 4 മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് സെറ്റായിട്ടുണ്ടാവും. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കോൺഫ്ലവർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐസിങ് ഷുഗർ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഐസിങ് ഷുഗർ ചേർക്കുമ്പോൾ ഒന്നുകൂടെ ഒട്ടിപ്പിടിക്കും. അതുമല്ല ടേസ്റ്റ് കൂടുതൽ മധുരമായി പോവും. അതുകൊണ്ട് ഞാൻ കോൺഫ്ലവറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ഒരു 4 മണിക്കൂർ എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. ഇപ്പോൾ ഇത് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. സൈഡിൽ നിന്ന് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇത് ഈ പാത്രത്തിൽ നിന്ന് വിട്ടു പോരുന്നുണ്ട്. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലവർ മുകളിൽ ഇട്ടതുകൊണ്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അതുപോലെ പാത്രത്തിലും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇതിൻ്റെ മുകളിലും കുറച്ച് കോൺഫ്ലവർ ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ മുകൾ ഭാഗത്ത് ഓയിലിരിക്കുന്നത് കൊണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുക. അതുകൊണ്ട് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്ന കത്തിയിലും നന്നായിട്ട് തന്നെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് ഞാൻ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈസി ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും. നിങ്ങൾക്കിത് കട്ട് ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രയ്ക്ക് നല്ല പോലെ വന്നിട്ടുണ്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല കളറിലിരിപ്പുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു മാഷ്മെല്ലോ കഴിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതേ ഒരു ടെക്സ്ചർ തന്നെയാണ് ഈ ഒരു മാഷ്മെല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന ആ ഭാഗത്തും കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. നമ്മൾ ആ ചെയ്തപ്പോൾ എയർ ബബിൾസ് കുടുങ്ങിയിട്ടുള്ളതാണ് ബബിളായിട്ടൊരു ഹോൾസായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഓരോ പ്രാവശ്യവും കട്ട് ചെയ്യുമ്പോൾ ആ കത്തിയിൽ കുറച്ച് കോൺഫ്ലോർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഈ കട്ട് ചെയ്യുന്ന ഓരോ പീസും ഇതേപോലെ കോൺഫ്ലോർ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കോൺഫ്ലോറൊക്കെ പോയി കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്